തിരസ്കാരം സമൂഹത്തിൽ നടക്കുന്നതിന് നമുക്ക് തന്നെ അറിയാം, ഭയങ്കരമാണ് ഇന്നത്തെ സമൂഹത്തെ, പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിടുന്ന അതിഭയങ്കരമായ അവഗണന എന്ന് പറയുന്നത് സമൂഹ തലത്തിൽ നമുക്ക് തന്നെ അറിയാം. ഏതാ ഈ സമൂഹം? ആരാ ഈ സമൂഹം? ഈ കാണുന്ന മനുഷ്യകുലത്തിന് വെളിച്ചം നൽകി വിദ്യാഭ്യാസത്തിൻ്റെ പ്രകാശം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു സമൂഹമാണിത്. ഇവിടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മെന്റലി ഫിസിക്കലി ചലഞ്ചിനായുള്ള കുഞ്ഞുങ്ങൾക്കും അനാഥർക്കും അവർക്ക് സംരക്ഷണം നൽകി വളർത്തിയെടുത്ത സമൂഹമാണിത്. അറിയാൻ പാടില്ലേ, 2 കൈയുമില്ലാത്ത ഒരു പെൺകൊച്ചിനെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കാണുന്ന പടിയറപ്പുകാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. മേഴ്സി ഹോം എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ST സിസ്റ്റേഴ്സ് നടന്ന സ്ഥാപനം വലിയ ഇഷ്ടമായിരുന്നു. പിതാവ് എവിടെയും ദൂരെ പോയി വന്നാൽ വിശ്രമിക്കുന്ന അവരുടെ അടുത്ത് പോയിരുന്ന, കാരണം അങ്ങനെയുള്ളവർ അതിനകത്ത് ഇരിക്കുന്ന പോലെ 2 കൈയില്ല, അല്ലെങ്കിൽ കാലില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു 2 കൈയില്ലാത്ത ഒരു കുഞ്ഞിനെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനെ വാസ്തവത്തിൽ ആ സിസ്റ്റേഴ്സും ഓമന കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവളെ ഇപ്പം ആരാന്നറിയാവോ? ഇപ്പോൾ അവൾ കാലുകൊണ്ട് വരയ്ക്കുന്ന ചിത്രത്തിന് ലക്ഷങ്ങളുടെ വിലയാണ്. കാലുകൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പത്രത്തിൽ കണ്ടു കാണും. അവൾ കാലുകൊണ്ട് കാർ ഓടിക്കുന്നത് കണ്ടു കാണും. കൈയില്ലാതെ കാർ ഓടിക്കുന്ന ഇവരെ വളർത്തിയെടുത്തത് സഭയാണ് എന്ന് പറയാൻ പലപ്പോഴും മടി കാണിക്കും. എത്രയോ മെൻ്റലി ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ കേരള സമൂഹത്തിൽ വളർത്തി പൊക്കിയെടുക്കുന്നു. ഞാനൊരിക്കൽ 20,000 ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു വലിയ കലോത്സവം തിരുവനന്തപുരം സിറ്റിയിൽ DBയുടെ MD ആയിരുന്നപ്പോൾ അന്നത്തെ കൊച്ചേട്ടനുമായിട്ട് തങ്ങിയേർന്ന് നടത്തുകയുണ്ടായി. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച 20,000-ഓളം പേരെ ഞാൻ അവിടെ നടുക്ക് നിൽക്കുമ്പോഴാണ് കാണുന്ന അമ്പമ്പട കൊള്ളാവല്ലോ. ചാനലിലൊക്കെ ഇരുന്നുകൊണ്ട് സഭയെ ചീത്ത പറഞ്ഞ പല പാർട്ടികളെയും വീട്ടിലെ ഈ കുഞ്ഞുങ്ങളെ ഈ സിസ്റ്റേഴ്സാണ് നോക്കുന്നത്. അതിൽ വലിയൊരു വിമർശകൻ വന്നപ്പോൾ കടന്നു വന്നപ്പോൾ, സാറേ ഞാനിവിടെ ഉണ്ട് കേട്ടോ, കാരണം ചാനലിൽ പല ചർച്ചകളും ഞങ്ങൾ തമ്മിൽ കോർത്തിട്ടുള്ളതാണ്. എന്ത് പറ്റി സാറേ? അതെ, എൻ്റെ അനീജൻ ഇവിടെ ഉണ്ട് സിസ്റ്റേഴ്സ്. അവനവൻ്റെ കാര്യം കാണാൻ വേണ്ടി സഭയുടെ ഈ വലിയ ഔദാര്യത്തെ, എന്ത് കാര്യമാ ഈ വലിയ ശുശ്രൂഷയെ, ഈ പറയുന്ന ശുശ്രൂഷയെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ആതുരാലയങ്ങളിൽ തെറി പറയുമല്ലോ, ഒരുപാട് ചീത്ത പറയുമല്ലോ, പക്ഷേ കാര്യത്തിന് അടുക്കുമ്പോൾ ഉണ്ടല്ലോ സിസ്റ്റേഴ്സ് ഉള്ള ആശുപത്രിയിൽ പോകണം, പേടിക്കാതെ കിടക്കാൻ. ഒരിക്കൽ ഒരു വലിയ ചർച്ചയിൽ ക്രോസ് ഫയർ എന്ന് പറയുന്ന കൈരളി ചാനലിൻ്റെ വലിയ ഒരു ചർച്ചയിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട് അവിടെ ചെന്നപ്പോൾ 4-5 പേരുണ്ട് വേദിയിൽ. എന്നെപ്പോലെയുള്ള മറ്റ് വേറെ വ്യക്തികൾ ഉണ്ടെങ്കിലും വൈദികനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലാത്തൊക്കെ ഇപ്പം ഇന്ന് വളരെ പ്രശസ്തനായ ഒരു MLA കൊച്ചനായിരിക്കുമ്പോൾ അവിടെ ഉണ്ട്. അത് ആ കൂടെ എൻ്റെ കൂടെ അടുത്തിരുന്ന ആളാണ്. അപ്പം ഇന്ന് MP സ്ഥാനത്തിന് മത്സരിക്കുന്ന ഒരാൾ അവിടെയുണ്ട് വടകരയിൽ. അതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ കോട്ടയം കളക്ടറായിരിക്കും ഒരാളുണ്ട്. അതുകൊണ്ട് വേറെ വലിയ പാർട്ടിയുടെ വലിയ യങ്സ്റ്റേഴ്സ് കൊണ്ട് അവിടെ അവരൊക്കെ ഇരുന്നിട്ടും 10-30 പേര് അവിടെ ഇരുന്നവർക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഈ ലോഹയിട്ട അച്ഛനോട് മാത്രമായിരുന്നു. ലോഹയിട്ട അച്ഛനോട് മാത്രം. കാരണം അവർക്ക് സഭയെ താഴ്ത്തിക്കെട്ടണം. ഒന്നിനു പിറകെ ഒന്നായി നിരന്തരമായി പലരും മാറി മാറി അതിൽ ഒരുത്തൻ അതികർക്കശമായി വൈദികരുടെ ഭാഗത്തുള്ള വീഴ്ചകൾ, സിസ്റ്റേഴ്സിൻ്റെ തകർച്ചകൾ, അവിടെ ആത്മഹത്യകൾ, അവിടെ അങ്ങനെ ഇങ്ങനെ അവിടെ കാണുന്ന പോലെ ഇതെല്ലാം അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇന്നത് നടത്തുന്നവൻ MP-യാണ്. അന്നേ അതെ ഈ പരിപാടി നടത്തിയവൻ ഇപ്പോൾ MP-യാണ്. അപ്പോൾ അവന് എല്ലാം പരിപാടി നടത്തി. ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ. ഞാൻ കുറേ കാലം മനഃപൂർവ്വം ഇത് കേട്ടപ്പം തീർന്നോന്ന് ചോദിച്ചു. തീർന്നു. തമ്പുരാൻ്റെ കൃപ കൊണ്ട് എനിക്കാണ് കുറച്ചുകൂടി പൊളിറ്റിക്കൽ സെൻസും കാര്യങ്ങളും അറിയാമായിരുന്നു. എടുത്തിട്ട് കുടഞ്ഞ് ഞാൻ ഓരോ കേസ് എടുത്തങ്ങ് ഇട്ടുകൊടുത്തു. നിങ്ങളെ പാർട്ടിയുടെ ആളുകളുടെ സ്വഭാവവിശേഷങ്ങൾ അന്തം വിട്ട് അവിടെ ഇടാ, ഈ അച്ഛൻ മോശമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അക്ഷരം മിണ്ടാണ്ടായി. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നിങ്ങളെ ഇത് സഭയാണ്, ഈ സഭയുടെ ഞങ്ങൾ അഭിഷിക്തരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളെ അഭിഷിക്ത ആളുകളെ പുറത്തുകൂടെ നടക്കുകയില്ല. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വാ, ഞാനൊന്നും അതിരമ്പഴില്ല, ധൈര്യം ഉണ്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം ജനം ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന്. അപ്പോൾ ഒരു തന്നെ എടുത്തു പറയാം, ഇവരുടെ ഈ സ്വാധീനം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അവനേതാ ചെറുപ്പക്കാരനാണെങ്കിൽ ഇപ്പം മരിച്ചുപോയി. ലക്ഷ്യം കണ്ടില്ലേ? ധൈര്യമാണ്. ഞാൻ വെല്ലുവിളിച്ചു, ധൈര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു, അങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം ജനം ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെ ഈ ഗസ്റ്റിന് കാപ്പി കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂടുതൽ കുറ്റപ്പെടുത്തി ആക്രോശിച്ച സഭയുടെ മുഴുവൻ എല്ലാ വിരിപ്പുകളും എടുത്ത് അലക്കാൻ വന്ന് ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയാം, അച്ഛാ എന്നോട് ക്ഷമിക്കണം കേട്ടോ,
അതിനോട് ഞാൻ നിന്നോട് ചൂടായി ഒന്നുമില്ലല്ലോ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതല്ലേ ഉള്ളൂ, നീ പറഞ്ഞതൊക്കെ ഞാൻ അത്രയല്ലേ ഉള്ളൂ. അല്ലച്ചാ പിന്നെ എന്താ? അതെ, ഞാനൊരു മാരക രോഗിയായിരുന്നു. എന്നിട്ട് എന്നെ സുഖപ്പെടുത്തിയത് ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിലെ ഒരു സിസ്റ്റർ ഡോക്ടറാണ്. ആഹാ, അത് കൊള്ളാം. എന്നിട്ട് നീ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞതല്ല എന്താ? നീ എന്തെല്ലാം പറഞ്ഞേ? ആ സിസ്റ്റേഴ്സ് കിട്ടിയില്ല നിനക്ക്? എൻ്റെ അച്ഛ ഡിഗ്രി കഴിഞ്ഞു, ഒരു പണിയില്ല. സത്യമായിട്ട് പറയാം. എന്നോട് അവൻ പറഞ്ഞു, അച്ഛാ ഒരു സിറ്റിങ്ങിന് ഇവിടെ വന്ന് ഇവർ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ തെറി പറയാമെങ്കിൽ 3000 രൂപ കിട്ടും. അതിനാണ് ഞങ്ങൾ വന്നിട്ട്. ഓർത്തോണം, ചാനലുകളിൽ ഇരുന്നു കൊണ്ടേ ഈ വികടന്മാർ പറയുമ്പോൾ ഓർത്തോണം, ഇതൊക്കെ പണമായതിന് പിമ്പി കിടക്കുന്നത്. ഇതൊന്നും കണ്ട് കുലുങ്ങാനോ ഇതിനെ കൊണ്ട് പേടിക്കാനോ ഇതൊക്കെ കൊണ്ട് തിരസ്കരിക്കപ്പെട്ട സമൂഹമാണെന്ന് വിചാരിക്കാനോ അല്ല. തിരസ്കരിക്കപ്പെട്ടവൻ്റെ മക്കളായതുകൊണ്ട് തിരസ്കാരം ഉണ്ടാകും, ഭയപ്പെടേണ്ട. കാരണം ഉറപ്പുള്ളവൻ്റെ പിന്നാലെ അമ്മ വന്നിരിക്കും, ധൈര്യമുള്ളവൻ്റെ പിന്നാലെ വന്നിരിക്കും, മരണത്തെ പേടിക്കാത്ത പിന്നാലെ വന്നിരിക്കുന്നത്. അത് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇന്ന് ഉറച്ചു നിൽക്കേണ്ട കാലമാണ്. അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് സഭയ്ക്കെതിരെ ഇങ്ങനെ അള്ളുമ്പോൾ മാന്തുമ്പോൾ ആ കൂടെ കൂടിയുണ്ട് കൈക്കൊണ്ട് തിരിക്കാതെ അതിൻ്റെ കാരണം മനസ്സിലാക്കിയുകൊണ്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക തൻ്റെ ഇടമുള്ളെങ്കിൽ, അല്ലെങ്കിൽ സഭത്തകത്ത് ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് തോന്നുമെങ്കിൽ അപകടകരമായിരിക്കും. ഈശോ തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു, സഭയും തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എവിടെല്ലാം തിരസ്കാരം നടക്കുന്നത് കണ്ടില്ലേ? ഇന്ന് എന്തോ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ചയും മണിപ്പൂരിൽ വർക്കിംഗ് ഡേ ആക്കി മാറ്റി. അവിടെ ഒരു ക്രിസ്ത്യാനിയും അവൻ്റെ ക്രിസ്തീയരെ ആചരിക്കേണ്ടെന്ന്. പക്ഷേ ഇന്നലെ പെട്ടെന്ന് പിൻവലിച്ചു ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. കാരണം ലോകം മുഴുവൻ റിയാക്ട് ചെയ്തു. ഇത് മതേതര രാഷ്ട്രമാണ്, അവനെ വിശ്വാസം ജീവിക്കാൻ അവകാശമാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതിനെ നിഷേധിക്കാനായിട്ട് ആരെക്കൊണ്ടാണ് പറയിപ്പിച്ചെന്നറിയാമോ? ഒരു നേതാവ് ഒരിക്കൽ പറഞ്ഞു കേട്ടില്ലേ, അവിടെ ആണുങ്ങളുണ്ടെന്ന്. എന്താ മണിപ്പൂരിലെ ഈ ആണുങ്ങൾ കാണിച്ച പണിയായത്? എന്തായത് ദുഃഖവെള്ളിയാഴ്ചയും അതുപോലെ ഉയർപ്പ് ഞായറാഴ്ചയും വർക്കിംഗ് ഡേ ആക്കി മാറ്റി. ഇതായിരുന്നു അവിടുത്തെ ആണുങ്ങൾ. പക്ഷേ ആണല്ല ചെയ്തത്, ആണുങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് അവിടെ പെണ്ണായിരിക്കുന്ന ഒരു ഗവർണറായി ഓർഡർ ഇട്ടു. ആ ഓർഡർ തിരിച്ചെടുത്തു. ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഇനി അല്ലാണ്ട് വന്നാലും തിരസ്കരിക്കപ്പെട്ടവൻ്റെ അനുയായികളാണ്. എത്ര പേര്, എത്ര ദേവാലയങ്ങൾ ലോകം മുഴുവൻ നോക്കിക്കേ. എന്ത് ഭയങ്കരമായ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതിഭയങ്കരമായ പീഡനങ്ങൾ നടക്കുന്നു. തെറ്റാണ്. ഇവർ നിർത്തേണ്ടതാണ്, വെടി നിർത്തേണ്ടതാണ്, യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. അവർ ന്യായീകരണം വളരെ കൃത്യമാണ്. അത് അവർ പറയുന്നു നിങ്ങൾ ബന്ദികളെ വിട്ടുക, അത് തയ്യാറല്ല. ബന്ദികളെ വിട്ടുതരാൻ തയ്യാറല്ല. പിന്നെ ഏത് UN പറഞ്ഞാലും അവർ സമ്മതിക്കുമോ? അവരാരാ? ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യര്, ഏറ്റവും വലിയ ആയുധ ശക്തിയിലുള്ള മനുഷ്യര്, ആട്ടംബോംബ് കയ്യിലുള്ളവൻ, അവനൊന്നും പേടിപ്പിക്കാൻ പറ്റില്ല. ഏത് UN നോക്കിയാലും പറ്റില്ല. അതുകൊണ്ട് അവർ പിടിച്ചെടുത്തിന് നിൽക്കും, യുദ്ധം തുടരുമെന്നും. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം, യുദ്ധം അവസാനിക്കണം. എത്രയാണ് ഈ മരിച്ചു പെയ്യുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, അതെ ഒന്നും അറിയാത്ത വിദ്യാർത്ഥികളെ, കുട്ടികളൊക്കെ നിരാലംബരൊക്കെ മരിച്ചു വീഴുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. യുദ്ധം അവസാനിക്കാൻ പ്രാർത്ഥിക്കണം. എന്നാൽ അതേസമയം ഈ യുദ്ധത്തിനെതിരായിട്ട് മുറവിളി കൂട്ടുന്ന UN ജനറൽ അസംബ്ലിയും അതുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഈ അമേരിക്ക വിട്ടുനിന്നില്ലേ? ഒക്കെ വിട്ടുനിന്നിട്ട് അസർബൈജാനിൽ, തുർക്കിയുടെ സമീപത്തുള്ള അസർബൈജാനിൽ, അതിന്റെ തൊട്ട് സമീപത്ത് കിടന്ന കൊച്ചു രാജ്യത്തിൽ സ്വയം ഭരണാവകാശമുണ്ടായിരുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തെ 1.25 ലക്ഷം പേരുണ്ടായിരുന്ന മുഴുവൻ പീഡിപ്പിച്ച് ഭയപ്പെടുത്തി വിരട്ടി അവിടുന്ന് ഓടിച്ച് ഇപ്പോ അർമേനിയയിലേക്കാക്കി. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല. എന്നെ കേൾക്കുന്ന മാധ്യമങ്ങളെ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ റിപ്പോർട്ട് ചെയ്യാൻ? ദീപി അല്ലാതെ ഒറ്റ പത്രവും റിപ്പോർട്ട് ചെയ്യില്ല, ചെയ്തിട്ടുമില്ല. നടന്നുകൊണ്ടിരിക്കുക. അന്ന് ഇത് ഒക്ടോബറിലാണ് അവിടെ മറ്റൊരു അറ്റാക്ക് ചെയ്തത്. ഇത് സെപ്റ്റംബറിൽ തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിന് മേലിൽ ക്രൈസ്തവ രാജ്യമാണെന്ന് അറിയാതിരിക്കാൻ അവർക്കുണ്ടായിരുന്ന 300 ദേവാലയങ്ങൾ തകർത്തു. ഒരു ക്രൈസ്തവ മോണുമെന്റ് നിൽക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കണം. അവര് കഷ്ടപ്പെട്ട് നൂറ്റാണ്ടുകളെ ജീവിച്ചിരുന്ന സ്വന്തം മണ്ണ്, മാതൃഭൂമി, അവർ പടുത്തുയർത്ത ദേവാലയങ്ങൾ, അവർ പടുത്തുയർത്ത സ്ഥാപനങ്ങൾ, അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇത് അഭയാർത്ഥികളായി പാവപ്പെട്ട രാജ്യമായ അർമേനിയായി പോയി 12 കീഴെ കിടക്കുക. ഏത് മാധ്യമമുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ? മാധ്യമങ്ങളെ ഒന്നും ആരും നിങ്ങൾ വിശ്വസിക്കേണ്ട.
അതിൻ്റെയൊക്കെ പണാധിപത്യം അതിൻ്റെ പിൻബലുണ്ട്. തിരസ്കാരം മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ കാൽവരിയിൽ തിരസ്കരിക്കപ്പെട്ടവന് അനുയായികൾ എവിടെ ചെന്നാലും തിരസ്കാരമുണ്ട്. അവിടെ ക്രൈസ്തവർ അവരാരും ഭയപ്പെട്ടിട്ടൊന്നുമില്ല, അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. ഇതുപോലെ തന്നെ വാങ്ങിയ ആഘോഷമായ മണിപ്പൂരിൽ അവർ ഹോശാന ആഘോഷിച്ചു. ആ പീഡനങ്ങൾക്ക് നടുവിൽ എവിടെല്ലാം നടക്കുന്ന ഈ കാര്യങ്ങൾ, നൈജീരിയയിൽ എന്താ നടക്കുന്ന 30% ക്രിസ്ത്യാനികളാണ്. പക്ഷേ ക്രിസ്ത്യാനിയാണോ കൈ കിട്ടിയ കഴുത്തറുത്ത് കൊല്ലും, ഒരു കേസുമില്ല. തമ്പുരാന്റെ കൃപയെ ഓർത്തോണം കേട്ടോ. ജനാധിപത്യത്തിൻ്റെ രാജ്യമായ ഭാരതത്തിൽ നമ്മുടെ പിതാക്കന്മാരെ രൂപീകരിച്ച ഭരണഘടന അത് മനോഹരമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് തല ഉയർത്തി നടക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്നാ ഉണ്ട് 2.5% ഒട്ടച്ച പാർക്ക് തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ ഓർമ്മ പോലും ഇവിടെ ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് സമൂഹമായതുകൊണ്ട് തകരുകയില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നിലവിളിക്കുന്നവൻ്റെ മക്കളെ ഓർത്തോണം, ഞങ്ങളുടെ വിധി ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നിലവിളിക്കുന്നവൻ്റെ മക്കൾ ഓർക്കണം, ആ നിലവിളിച്ചവൻ അവിടെ നിന്നില്ല. അവൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ശക്തനായിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയെ ഭരിക്കും. അവൻ ഇരുമ്പ് തിന്നുകൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്നവനാണ്. അവൻ രാജാക്കുന്ന രാജാവാണ്. അതുകൊണ്ട് അന്ന് കഴുതമേലേറി വന്നവനല്ല, വെള്ളക്കുതിരമേൽ വരുന്നവനാ. അതുകൊണ്ട് കാൽവരിയിൽ ഇവിടെ നിലവിളിച്ചവൻ ആരാണ്? ദൈവപുത്രനാണെന്ന കാര്യം ഓർക്കുന്നുവെങ്കിൽ നമ്മുടെ നിലവിളിയെ നമ്മൾ ഓർത്തുകൊള്ളുവാൻ പേടിക്കേണ്ട കാര്യമില്ല.